അപ്പൊ ഇവിടെ ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ സംവിധായകനായ റോഷൻ കോന്നിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ തുടക്കക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരെല്ലാം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ്. ഈ അടുത്ത ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചിലർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞാണ് ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇന്ന പ്രൊഡ്യൂസർ പറഞ്ഞു, ഓ നിങ്ങൾ ഇതിന് മുമ്പ് ഏത് സിനിമയാണ് ചെയ്തത്, നിങ്ങൾ ഏത് വർക്കാണ് ചെയ്തു? ഇല്ല സാർ, ഞാൻ ആദ്യമായിട്ടാണ്. അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടിവിട്ട സമയത്ത് തുടക്കക്കാരനായ റോഷൻ താൻ എഴുതിയ തൻ്റെ സഹധർമ്മിണി വൈഫ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മെനഞ്ഞെടുത്ത ആ സ്ക്രിപ്റ്റും കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റും കൊണ്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ വീടുകളിലാണ് പോയി കാവൽ നിൽക്കുന്നത്, ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ദൈവാനുഗ്രഹമുള്ള നല്ല മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഇരുത്തി സൂചിപ്പിക്കുന്നൊന്നുമല്ല, കാരണം ഉള്ളത് സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ്. എടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന ചേട്ടനിലേക്ക് ഇവരെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം. അദ്ദേഹം ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞു മറ്റൊന്നും നോക്കിയില്ല. അദ്ദേഹം ഒരുപാട് മുൻനിര സിനിമാ സംവിധായകന്മാരുടെ സുഹൃത്താണ്. ഒന്നുകൂടെ ഒരു പരാമർശം എടുത്തു പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള മുൻനിര ആർട്ടിസ്റ്റ് എടത്തൊടി ഭാസ്കരൻ ചേട്ടന്റെ വീടിന്റെ തൊട്ട അയൽവക്കമാണ്. ഉണ്ണിയുടെ അച്ഛനും സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ വെക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭാസ്കരൻ ചേട്ടൻ അത് ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് മുൻനിരയിലുള്ള നൂറുകണക്കിന് പുതിയ തലമുറയിലെ പുതിയ താഴെത്തട്ടിലുള്ള മിടുക്കരായ കുട്ടികളെ, വ്യക്തികളെ, ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് പേരെ കൈപിടിച്ചുയർത്താനും അവസരം കൊടുക്കാനുമാണ് ശ്രമിച്ചത്.